നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സാധാരണഗതിയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സിറ്റ് പോളൊക്കെ കാണാറുണ്ട്. പക്ഷേ എക്സിറ്റ് പോളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചില ജ്യോത്സ്യന്മാർ കബഡി നിരത്തിയും അല്ലാതെയും ഒക്കെ ആരാണ് കൃത്യമായി ഇലക്ഷനിൽ ജയിക്കുന്നതെന്നുള്ളത് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഈ ഇലക്ഷന് മുമ്പൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇലക്ഷൻ കഴിഞ്ഞ് ഇതിനെപ്പറ്റി സാധാരണ അങ്ങനെ കേൾക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീഡിയോ ഇട്ടാൽ പോലും സാധാരണ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവർ പറയുന്നത് തെറ്റാണെങ്കിൽ വീഡിയോ മുക്കും. ഇനി അഥവാ ശരിയാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ എങ്ങും പറന്ന് നടക്കും. പക്ഷേ ഇത്തവണ ഒരാൾ പറഞ്ഞതിൻ്റെ വീഡിയോ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്വതന്ത്രേന്ത്യരൊക്കെ പ്രചരിപ്പിച്ച് വളരെയധികം കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്? ഇനി പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ശരിയായോ അതോ തെറ്റായിരുന്നോ? അതാണ് ഇന്ന് നമ്മൾ ലൂസിയിൽ പരിശോധിക്കുന്നത്. ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോത്സ്യം ഇത് രണ്ടും ഒന്നായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ ഇതിലൊന്ന് ശരിക്കും ശാസ്ത്രീയ അടിത്തറയുള്ള ആസ്ട്രോണമിയും മറ്റൊന്ന് വെറും ഫലപ്രവചനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കപടശാസ്ത്രമായിട്ടുള്ള ആസ്ട്രോളജിയുമാണ്. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഭാരതത്തിലെ ജ്യോതിഷത്തിനെ പറ്റിയും ആര്യഭട്ടൻ്റെ കോൺട്രിബ്യൂഷനെ പറ്റിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതല്ലാതെ ധാരാളം അന്ധവിശ്വാസങ്ങൾ ഇതുമായിട്ട് ചേർന്ന് പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം ഈ ആസ്ട്രോളജിയുടെ ഭാഗമാണ്. ആസ്ട്രോളജി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും നക്ഷത്ര പഠനമാണ്. എന്നിരുന്നാൽ പോലും നല്ല പേര് ആക്ച്വലി അസ്ട്രോളജി അടിച്ചുകൊണ്ട് പോയി. അസ്ട്രോണമിക്ക് ഇപ്പോഴും അത്ര ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേരല്ല ഉള്ളത് എന്നുള്ളതാണ് സത്യം. ഈ പ്രവചന ജ്യോത്സ്യം ആക്ച്വലി തുടങ്ങുന്നത് ബാബിലോണിയയിൽ നിന്നാണ്. അവിടെ നിന്ന് ഗ്രീസിലേക്കും മറ്റും പോയി. അവിടെ നിന്നാണ് ശരിക്കും വരാഹമീറിനെ പോലെയുള്ളവർ പ്രവചനത്തിൻ്റെ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഇത് ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഉപജീവനത്തിനായിട്ട് ഈ പ്രവചനശാസ്ത്രം ഇവിടെ കൊണ്ടുവന്നത്. ഇതിന് പേരിൽ ശാസ്ത്രമൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും അതിനകത്ത് ശാസ്ത്രമൊന്നും വലുതായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ആക്ച്വലി ഈ ജ്യോത്സ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അസ്ട്രോണമി ഉണ്ടാക്കാനായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പണ്ട് സമയമറിയാൻ വാച്ചോ അല്ലെങ്കിൽ ഡേറ്റ് അറിയാനായിട്ട് കലണ്ടറോ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ആകാശത്തെ നോക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ഏത് ദിവസമാണെന്നും അല്ലെങ്കിൽ അന്ന് എന്ത് നക്ഷത്രമാണെന്നും ഏത് ഡേ ആണെന്നും എല്ലാം മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ അസ്ട്രോണമി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ശരിക്കും മാറി തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്നതിൽ ഉപജീവനത്തിനായി ചിലർ കണ്ടിരുന്ന പരിപാടി മാത്രമാണ് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ അസ്ട്രോണമിക്കലായിട്ട് എന്താണ് ഈ പറയുന്ന ഈ ഹൗസസും അല്ലെങ്കിൽ എന്താണ് ഈ 10ാം കള്ളി അല്ലെങ്കിൽ 1ാം കള്ളി എന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കത്തിൽ പറയാൻ ശ്രമിക്കാം. അതായത് കിഴക്കുന്ന് ഉദിക്കുന്ന എല്ലാ വസ്തുക്കളും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഭൂമി പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് കറങ്ങുന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പും ലൂസിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പോൾ ഈ ആകാശഗോളങ്ങൾ അതിനകത്ത് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരുപാട് ആകാശഗോളങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, അങ്ങനെ പല പല ഗ്രഹങ്ങൾ നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ സഞ്ചരിക്കുന്നതിൻ്റെയൊക്കെ പൊസിഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അന്നത്തെ ഒരു സ്നാപ്ഷോട്ട് നമ്മൾ എടുത്തു വയ്ക്കുകയാണെന്ന് വയ്ക്കുക. പിന്നെ ഒരു കാലത്ത് അന്ന് ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുട്ടി ജനിച്ച പ്രായമോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്നുണ്ടാക്കിയെന്നോ ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ പഴയ കലണ്ടറിൻ്റെ ഒരു രൂപമാണ് നമ്മൾ ഈ ഗ്രഹനില എന്ന് പറഞ്ഞ് ചതുരമായിട്ട് വരച്ച് വെച്ച് കാണുന്ന സാധനം. പക്ഷേ ഇന്ന് എന്തിനാണ് അതെന്നുള്ളത് അറിയാതെ ആളുകൾ ഇതിനെ ജാതകം ചേർന്ന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഭാവി പ്രവചിക്കാനോ ഒക്കെ ആയിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പോട്ടെ, അത് കഞ്ഞിപിടിയാണെന്ന് വയ്ക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷന് മുമ്പ് പ്രചരിച്ചിരുന്ന വീഡിയോയിൽ എന്താണ് പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നൊരു ജ്യോത്സ്യനുണ്ട്. അവർ പറയുന്നതെല്ലാം 100% സത്യമാണ്, ഒന്നും തെറ്റാറില്ല എന്നാണ്. ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നതിൽ തെറ്റുണ്ട് എന്നുള്ളത് ഈ പോയ ആൾ ഒരിക്കലും സമ്മതിക്കാൻ വഴിയില്ല. കാര്യം ഒരാൾ പോകുമ്പോഴത്തേക്കും അയാൾ മണ്ടനാണ് എന്ന് വേറെ ആരെയും ധരിപ്പിക്കാനായിട്ട് നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജ്യോത്സ്യം പറയുന്നതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, പുള്ളിക്ക് ബോധിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും അയാൾ ബാക്കിയുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം പറയുന്നത് ഞാൻ അവിടെ പോയി കേട്ടു, അയാൾ പറയുന്നതെല്ലാം അച്ചട്ടാണ്. ഇങ്ങനെ അച്ചട്ടാണെന്ന് പറയുന്ന 1-2 ജ്യോത്സ്യന്മാരുടെ 1-2 ഈ ഇലക്ഷൻ പ്രചരണമായിട്ട് അല്ലെങ്കിൽ ഇലക്ഷനെ കുറിച്ച് പ്രവചിച്ച 1-2 വീഡിയോകളുടെ ചില ക്ലിപ്പുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം ഒരു കബഡി നിരത്തുന്ന കക്ഷിയാണ്. പുള്ളിയെ കൊണ്ട് നമുക്കൊന്ന് കബഡി നിരത്തിക്കാം. ആദ്യം തന്നെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെയാണ് കബഡി നിരത്തിയത്. അതിൽ 10ൽ വ്യാഴമുണ്ട്. വ്യാഴം 10ൽ നിൽക്കുന്ന ഭാഗ്യാധിപനാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പുള്ളിക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പുള്ളിക്ക് അമലയോഗമുണ്ട്, ശശിയോഗം പറഞ്ഞ യോഗമുണ്ട്. ഇതൊക്കെ പുള്ളിക്ക് ഗുണം ചെയ്യും.
അപ്പോൾ UDF തിളങ്ങുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയം കൊണ്ടായിരിക്കും UDF തിളങ്ങാൻ പോകുന്നത്. അദ്ദേഹം അപ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്തുമാത്രം ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇദ്ദേഹത്തിൻ്റെ പ്രവചനം അനുസരിച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് 10 വ്യാഴമുണ്ട്, ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം. അപ്പോൾ പുള്ളിക്ക് വളരെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് പോലും ജയിക്കുന്നെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ക്രെഡിറ്റ് അല്ല, ഉമ്മൻചാണ്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പോരാതെ അമലയോഗവും ശശിയോഗവും ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും യോഗം ഉണ്ടായിട്ട് നമുക്ക് എന്താണ് റിസൾട്ട് വന്നപ്പോൾ കണ്ടെന്നുള്ളത് മനസ്സിലായി. ഏതായാലും ശശിയോഗം ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ തന്നെ നോക്കാം. ഉമ്മൻചാണ്ടിയുടെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കോൺഗ്രസ്സിലുള്ള വേറെ ആരുടെയെങ്കിലും ഫലം പ്രവചിച്ച് ശരിയായെന്ന് നോക്കണമല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഫലം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ നമ്മൾ കബഡി നിരത്തി നോക്കി. അപ്പോൾ അതിൻ്റെ നോക്കിയപ്പോൾ പുള്ളിക്ക് രാജയോഗമുണ്ട്, ശശിമംഗള യോഗമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യലബ്ധിക്കൊക്കെ പുള്ളിക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യം ഒരു ഭാഗ്യം. രമേശ് ചെന്നിത്തലയ്ക്കും ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ട് രാജയോഗമുണ്ട്, വളരെ നല്ല സമയമാണ്, അദ്ദേഹം ഏതായാലും ജയിച്ചു. അതായിരിക്കും ഇനി അങ്ങനെ ഉദ്ദേശം എന്നറിയില്ല. എന്തായാലും വീണ്ടും ശശി മംഗള യോഗമുണ്ട്. അദ്ദേഹം ശശി ആവുമെന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിത ഭാഗ്യം എന്ന് പറയുന്നത് തുടർച്ചയായി വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ കഴിയും എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിണറായി അദ്ദേഹത്തിന് ബ്രാഹ്മണ ശാപമുണ്ട്, അതേപോലെ തന്ത്രി കോപം, രാജകുടുംബങ്ങളോടുള്ള ആ ഒരു മനസ്താപം, പിന്നെ ആചാര ലംഘനത്തിലൂടെ ദൈവകോപം, ഇതൊക്കെ പുള്ളിക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്ക് ദോഷം ചെയ്യുന്ന കാണുന്നത്. പിണറായി വിജയന്റെ കാര്യമാണ് ഇദ്ദേഹം ഇനി പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് ആചാര ലംഘനത്തിൽ നിന്നുള്ള പ്രശ്നം, അതിനുള്ള ദൈവകോപം, രാജകുടുംബത്തിനെ വെറുപ്പിച്ചതിന് രാജകോപം, ബ്രാഹ്മണ ശാപം തുടങ്ങിയ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വളരെ മോശപ്പെട്ട സമയമാണ്, ഇദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയൻ ജയിച്ചു എന്നുള്ളത് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇദ്ദേഹം ഇത് ഇലക്ഷന് മുമ്പ് പ്രവചിച്ചതാണ്. ഇതിനുശേഷം ഇനി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഇദ്ദേഹം എന്ത് പറയുന്നുള്ളത് നമുക്ക് യാതൊരു ധാരണയില്ല. ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ BJPക്ക് ബുധൻ നന്നായിട്ട്. ബുധൻ എന്ന് പറഞ്ഞാൽ വീര്യം, ധൈര്യം, ഓജസ്. അപ്പോൾ എല്ലാത്തിനും ഓജസ്സാണ്, എല്ലാത്തിനും ഒരു ബുധനാണ്. അപ്പോൾ പെരുക്കമാണ്, അപ്പോൾ വർധനമാണ് കാണുക. അപ്പോൾ നേരത്തെയുള്ളതിനെക്കാട്ടും ഒരു മെച്ചം കാഴ്ചവെക്കുക മാത്രമേ BJPയുടെ നേരത്തെയുള്ളതിനെക്കാട്ടും അവർക്ക് പ്രകടനം നല്ല രീതിയിൽ കാഴ്ചവെക്കാനും കൂടുതൽ അവർക്ക് മെച്ചം കിട്ടാനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ BJPക്ക് നല്ല നേട്ടം കൈവരിക്കാനും സാധിക്കുന്നതാണ് ജ്യോതിഷപരമായിട്ട് അഭിപ്രായം. ബുധന്റെ ആ ഒരു കളി കാരണം എന്തായാലും BJPക്ക് ഭയങ്കര വർധന ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. BJPക്ക് എന്ത് വർധനയാണ് ഉണ്ടായതെന്നുള്ളത് നിങ്ങൾ എന്തായാലും TV-യിൽ ഇലക്ഷൻ്റെ ദിവസം കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണ്, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സീറ്റും കൂടെ 2-0 വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ BJPയുടെ കാര്യത്തിലും ഇദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി തെറ്റാണ് എന്നുള്ളതാണ്. ഇതുവരെ അദ്ദേഹം നടത്തിയ യാതൊരു പ്രവചനത്തിന് പോലും ഒരെണ്ണം പോലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള, അങ്ങേർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഇദ്ദേഹത്തിനെ ഇനിയും ആളുകൾ കാണാൻ പോകും. ഇദ്ദേഹത്തിൻ്റെ ഫലപ്രവചനം കേൾക്കാനായിട്ട് ആളുകൾ തിങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിനേക്കാളും വലിയൊരു ജ്യോത്സ്യൻ, ഭയങ്കര യൂട്യൂബിലൊക്കെ സ്വന്തമായി ചാനലൊക്കെ ഉള്ള ഒരു പ്രഗത്ഭൻ വേറെയുണ്ട്. ഇദ്ദേഹം ഇന്ത്യയിൽ കൊറോണ വന്ന് വെറും 6000 പേര് മാത്രമേ മരിച്ചുള്ളൂ എന്നൊക്കെ പ്രവചനം നടത്തിയ കക്ഷിയാണ്. അതിനുശേഷം പുള്ളിക്ക് ഇരിക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. ഗൾഫിൽ നിന്നും ആളുകൾ ഇങ്ങനെ വിളിച്ച് പുള്ളിയുടെ മൊബൈലിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ വളരെ ഉദാര മനസ്കനാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഫീസ് കൊടുക്കാതെ നോക്കാനായിട്ടുള്ള പ്രത്യേക സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് ജ്യോതിഷന്മാർ, കണക്ക് പ്രകാരം ഒരു 16 ജ്യോതിഷന്മാരുമായിട്ട് എനിക്ക് വാദപ്രതിവാദം നടത്തേണ്ടി വന്നു. അന്ന് അവർ പറഞ്ഞത് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയം വളരെ മോശമാണ്. ഈ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്ത പിണറായി സർക്കാർ തീർച്ചയായും 5 വർഷം ഭരിക്കില്ല, കാലാവധി തേക്കുകയുമില്ല എന്നാണ് പല ജ്യോതിഷികളും എന്നോട് തർക്കിച്ചത്. ഞാൻ അന്നും അവരോട് പറഞ്ഞു, തീർച്ചയായും സഖാവ് പിണറായി സർക്കാർ തീർച്ചയായും കാലാവധി തേക്കും. സഖാവ് പിണറായി സർക്കാർ തീർച്ചയായിട്ടും കാലാവധി തേക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞതെന്നാണ് പറയുന്നത്. അന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇലക്ഷന് മുമ്പ് ഇത്തവണ പറഞ്ഞത് നമുക്ക് കൈ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് പരിശോധിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. എന്തായാലും ഇതിനകത്തുള്ള സംഭവം എന്താണ്, പല ജ്യോതിഷികളായിട്ട് ഇദ്ദേഹം വളരെയധികം വാഗ്വാദത്തിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ അവസാനം വലിയ ഇതിന് ഒടുവിലാണ്, അതായത് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത സമയം വളരെ മോശമായിട്ട് പോലും ഇദ്ദേഹം 5 വർഷം തേക്കും എന്നുള്ളത് കൃത്യമായി പ്രവചിച്ചു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. അന്ന് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയില്ല. എന്തായിരുന്നാലും ബാക്കി ഇങ്ങേർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് കേൾക്കാം. സർവേകളെല്ലാം LDFന് അനുകൂലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതൊന്നും നോക്കാറില്ല. അങ്ങനെ പല സർവേകളും കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷന് തന്നെ സർവേകളും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് 19 സീറ്റ് വിജയം നേടിക്കഴിഞ്ഞു.
ഒരു സീറ്റ് LDFന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് സർവേയും കാര്യങ്ങളൊന്നും ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഞാൻ നോക്കിയ ശാസ്ത്രത്തിൽ, ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ, എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് 2021 കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണം വരാനാണ് ചാൻസ് ഉള്ളതായിട്ട് കണ്ടത്. അതുകൊണ്ട് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു. ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രപ്രകാരം, ഇദ്ദേഹം പറയുന്ന ഈ ശാസ്ത്രപ്രകാരം തന്നെ നോക്കിയപ്പോഴത്തേക്കും ഇത്തവണ കണ്ടത് 2021 ഇലക്ഷനിൽ കോൺഗ്രസ് വൻ വിജയം കൈവരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഫോം ചെയ്യുന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രപ്രകാരം കണ്ടത്. അപ്പോൾ ഇദ്ദേഹം സർവേകളൊന്നും നോക്കാറില്ല, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളൊന്നും നോക്കാറില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു അനാലിസിസിനെ പുള്ളിക്ക് വളരെ പഞ്ചപുച്ഛമാണെന്നുള്ളതാണ്. അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഈ കബഡി വെച്ച് നിരത്തുകയോ അല്ലെങ്കിൽ ഗ്രഹങ്ങളെ നോക്കിയിട്ട് ഭാവി പ്രവചിക്കുകയോ ചെയ്യുന്ന ശാസ്ത്രമാണ് ശരി എന്നുള്ളൊരു അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്ക് ഇതുപോലെ ഞാൻ നോക്കുന്ന സമയത്ത് പിണറായി സർക്കാർ വരും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് LDF അധികാരത്തിൽ വരും എന്ന് ഞാൻ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് AKG സെൻറ്ററിലേക്ക് ഞാനൊരു കത്ത് അയച്ചിരുന്നു. BJP അക്കൗണ്ട് തുടങ്ങും കേരളത്തിൽ എന്ന് പറഞ്ഞ് AKG സെൻറ്ററിലേക്ക് ഞാൻ തന്നെ ഒരു കത്ത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് 2016 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം LKG സെൻറ്ററിലേക്ക് അല്ല, AKG സെൻറ്ററിലേക്ക് അദ്ദേഹം രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് കഴിഞ്ഞ തവണ പിണറായി വിജയൻ വരും എന്നുള്ളത് എഴുതി അയച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്തവണ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇത്തവണ എന്തായിരുന്നാലും കോൺഗ്രസ് മന്ത്രിസഭ വരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഇന്ദിരാഭവനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത്തവണ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇത്തവണത്തെ കത്ത് ഇന്ദിരാഭവനിലേക്ക് KPCC പ്രസിഡന്റിൻ്റെ പേരിലേക്ക് ഞാൻ അയക്കും. അത് ഞാൻ എൻ്റെ കടമയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രവചനം ഞാൻ കണ്ടു, അത് അവരെ അറിയിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാ പേരെയും ഇഷ്ടം തന്നെയാണ്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മമതയോ കാര്യമോ ഇല്ല. എല്ലാ പേരും എനിക്ക് ഒരുപോലെ തന്നെ. പക്ഷെ ഞാൻ എൻ്റെ പ്രവചനങ്ങളായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അത് പ്രവചന ശാസ്ത്രത്തിൽ, അതായത് ആരെയും സപ്പോർട്ട് ചെയ്യാറില്ല, ആരെയും മാറ്റി നിർത്താറുമില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാനത് പറഞ്ഞു. അതിനി പാഴിയാലും ശരി, നടന്നാലും ശരി, ഞാൻ എൻ്റെ പ്രവചനത്തിൽ കണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിലാരും എൻ്റെ അടുത്ത് ശത്രുതയോ അങ്ങനെയൊന്നും കാണും. എല്ലാവരെയും എനിക്കിഷ്ടമാണ്. LDFനെ എനിക്കിഷ്ടമാണ്, UDFനെ എനിക്കിഷ്ടമാണ്, BJP എനിക്കിഷ്ടമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ എല്ലാത്തിലും ഉണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് BJP ഇഷ്ടമാണ്, കോൺഗ്രസ്സുകാരെ ഇഷ്ടമാണ്, കമ്മ്യൂണിസ്റ്റുകാരെയും ഇഷ്ടമാണ്, ആരെയും വെറുപ്പിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥമാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ എല്ലാത്തിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ആരെയും വെറുപ്പിക്കില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി എൻ്റെ പ്രവചനം തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കടമെടുക്കുകയാണെങ്കിൽ പാഴി പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ കത്ത് ഇന്ദിരാഭവനിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ബാക്കിയുള്ളവർ ആർക്കും ഇദ്ദേഹത്തോട് ശത്രുത തോന്നേണ്ട കാര്യമില്ല. ഇദ്ദേഹം വളരെ നിഷ്പക്ഷനാണെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് കാരണം ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകാറുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആചാര്യധർമ്മം, ശിവദീക്ഷ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ദീക്ഷയുടെ സ്വഭാവം അനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ ജീവിതശൈലിയും ഭഗവാൻ ശിവദീക്ഷ എടുത്ത് ഭഗവാന്റെ ദീക്ഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല. അത് കറുപ്പും ഞാൻ തന്നെയാണ്, വെളുപ്പും ഞാൻ തന്നെയാണ്. അപവാദത്തെ ഞാൻ ഭയക്കുന്നില്ല, ഒന്നിനെയും ഞാൻ ഭയക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ദീക്ഷ എടുത്തിട്ടുള്ള ഞാനും അങ്ങനെ തന്നെ എല്ലാത്തെയും ഒരുപോലെ തന്നെ കാണണം. അത് കാരണം ഞാൻ എല്ലാത്തിനെയും ഒരുപോലെ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഇദ്ദേഹം എല്ലാ പാർട്ടിക്കാരെയും ഒരുപോലെ കാണുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ആർക്കും വോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു മൗലിക അവകാശം എന്ന് പറയുന്നതാണ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. അത് പുള്ളി ചെയ്യാറില്ല. പുള്ളി ശിവദീക്ഷ എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പുള്ളിക്ക് കറുപ്പും വെളുപ്പും ഒക്കെ ഒരുപോലെയാണെന്നാണ്. പുള്ളി എങ്ങനെയാണോ എന്തോ ഒരു ബ്ലാക്ക് ബോർഡിനകത്ത് ഒരു വൈറ്റ് ചോക്ക് കൊണ്ട് എഴുതി പഠിപ്പിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് ഇതെല്ലാം ഒരുപോലെ ആയിരിക്കും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം വളരെ തമാശ രൂപത്തിൽ വല്ലതും പറഞ്ഞതാണോ അതോ അദ്ദേഹം മനസ്സിൽ തട്ടി പറഞ്ഞാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപ്രകാരം അദ്ദേഹം പറഞ്ഞതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരെണ്ണം പോലും ആക്ച്വലി ശരിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നെ കുറിച്ച് ഒരു ട്രോൾ ഇട്ടതിന് ശേഷമാണ് എന്നെ ലോകം മൊത്തം എത്തിക്കുകയും ആവശ്യക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരെൻ്റെ അറിവിൻ്റെ ആഴം മനസ്സിലാക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ശരിയായിട്ട് തോന്നുകയും ചെയ്യുന്നത് കാരണം അവരൊത്തിരി പേർക്ക് എൻ്റെ നമ്പർ കൊടുക്കുകയും അങ്ങനെ ഞാൻ ലോകം മൊത്തം എത്തിപ്പെടുകയൊക്കെ ചെയ്തത് എന്നെ വിമർശിച്ചവരുടെ
കഴിവ് കൊണ്ട് മാത്രമാണ് ഇല്ല. ഞാൻ എപ്പോഴും പറയും, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിലേ പവർ സപ്ലൈ, അതായത് ഔട്ട്പുട്ട് നേടാൻ പറ്റും. കറുപ്പുണ്ടെങ്കിലേ വെളുപ്പറിയൂ, വെളുപ്പുണ്ടെങ്കിലേ കറുപ്പിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇദ്ദേഹം ഈ പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. കറുപ്പുണ്ടെങ്കിലേ വെളുപ്പിനെ അറിയാൻ പറ്റുള്ളൂ, വെളുപ്പുണ്ടെങ്കിലേ കറുപ്പിനെ അറിയാൻ പറ്റുള്ളൂ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബൾബ് കത്തുള്ളൂ. ആശാൻ്റെ ബൾബ് ഇനിയെങ്കിലും ഒന്ന് കത്തിയാൽ ആക്ച്വലി നല്ലതായിരുന്നു. എന്തായാലും ഇദ്ദേഹം വളരെ രസകരമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ. പറ്റുമെങ്കിൽ മാത്രമല്ല, ട്രോളന്മാരെ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാര്യം ട്രോളും അതുപോലെ വിമർശനങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇനിയും പുറം രാജ്യങ്ങളിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇത്രയും ട്രോളുകൾ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആഴം, അറിവിൻ്റെ ആഴം മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. ജ്യോതിഷ ശാസ്ത്രം നല്ല കൈകാര്യം ചെയ്യുന്ന വ്യക്തിയൊക്കെ, നല്ല അറിവുള്ളവർക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അത് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷത്തിൽ ഒരു 10-18 ആംഗിളുകൾ നോക്കണം. അല്ലാതെ 1-2 ആംഗിളുകൾ നോക്കിയതിന് ശേഷം അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം തെറ്റിയെന്ന് അദ്ദേഹം തന്നെ അവസരം പറയുന്നുണ്ട്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അതിനകത്തൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ജ്യോതിഷം എന്ന് പറയുന്നത് അസ്ട്രോണമിയാണ്. ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഒരു ജ്യോതിഷയാണെന്നാണ്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അതിന് 1-2 ഒന്നുമല്ല, 10-18 ആംഗിൾ നോക്കിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് പലരും ചെയ്യുമ്പോൾ ശരിയാവാത്തതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കാഴ്ചപ്പാട്. എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ ഒരൊറ്റ കാര്യം പോലും ഇത്തവണ ശരിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇവരെല്ലാം ഇതിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ മുക്കുന്നതിനെ പേടിച്ചിട്ട് ഞാൻ എന്തായാലും ഇത് മറക്കാതെ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതെങ്ങാനും ശരിയായിരുന്നെങ്കിലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. ഇവർക്കൊക്കെ ഇവർ തെറ്റ് പറഞ്ഞിട്ട് പോലും, ഇദ്ദേഹത്തിൻ്റെ ട്രോള് കണ്ടിട്ട് പോലും, വിദേശത്തുനിന്ന് പോലും കോള് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ വച്ചു പുലർത്തുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം ഇവർക്കൊന്നും കഞ്ഞി കുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹം എങ്ങാനും പറഞ്ഞത് ശരിയായിരുന്നെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഫോൺ കോളുകൾ കാരണം ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായേനെ. അത്രത്തോളം കോൾസാണ് ഇദ്ദേഹത്തിന് വരണമെന്നാണ് പറയുന്നത്. എന്തായാലും മനസ്സിലാക്കുക, ജ്യോതിഷം അല്ലെങ്കിൽ അസ്ട്രോണമി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സയൻസ് തന്നെയാണ്. പക്ഷേ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോത്സ്യം എന്ന് പറഞ്ഞ് ഈ പ്രവചനം നടത്തുന്ന പരിപാടി വൻ തട്ടിപ്പാണ്. ഈ കോവിഡ് പോലെയുള്ള മഹാമാരി ഉള്ള സമയങ്ങളിൽ പോലും ആളുകളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നൊന്നും മനസ്സിലാക്കും. ഒരാളുടെ കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ മോശം സമയത്ത്, കഷ്ടകാലം എന്ന് ഞാൻ ഫിഗറേറ്റീവ്ലിയാണ് ഉദ്ദേശിച്ചത്, മോശം സമയത്താണ് നമ്മളൊരു ജ്യോത്സ്യനെ കാണാൻ പോകുന്നെങ്കിൽ തന്നെ പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴോ അവരുടെ കുട്ടികളുടെ ഭാവിയെ പറ്റി അറിയാനും ഒക്കെ ആയിട്ട്. ഈ പറയുന്ന അവസരത്തിൽ അവരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ ജ്യോത്സ്യന്മാർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ കൈയോടെ പിടിച്ചത് കൊണ്ട് ഇവർ ഇപ്പോൾ അല്ലെങ്കിൽ നല്ല ജ്യോത്സ്യന്മാരല്ല എന്ന് വേണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞേക്കാം. പക്ഷെ അല്ല, ഏത് ജ്യോത്സ്യൻ്റെ കാര്യത്തിലായിരുന്നാലും കൃത്യമായി ഇവർ പറയുന്ന ഒരൊറ്റ കാര്യം പോലും ശരിയാവാറില്ല. ഇവർ അവിടെ ഇവിടെയും തൊടാതെ കുറേ കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ജ്യോത്സ്യം തെറ്റാണെന്ന് പറയാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയാണ് ഏതൊരു ജ്യോത്സ്യൻ്റെയും അതൊരു കേന്ദ്ര ബിന്ദുവായിട്ട് എടുക്കുന്നത്. ഭൂമിക്ക് ചുറ്റും ബാക്കിയുള്ള ഗ്രഹങ്ങൾ കറങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് രാഹുവും കേതുവും ഗ്രഹങ്ങൾ പോലുമല്ല. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് കാൽക്കുലേഷനിൽ സാധ്യത, ജ്യോതിഷപരമായിട്ടുള്ള കാൽക്കുലേഷൻ തന്നെ ഒരുപാട് സാധ്യതയുള്ളതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതിന് യാതൊരു ആവശ്യമില്ല. ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് പോലും ഇവർക്കറിയില്ല. ഇവർക്ക് ആകാശം നിരീക്ഷിക്കാനോ ആകാശത്തെ ഗോളങ്ങളെ തിരിച്ചറിയാനോ ഉള്ള കഴിവ് പോലും വളരെ ചുരുക്കം ജ്യോതിഷികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായി ഡേറ്റ ഇന്ന് നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് അതെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവർക്ക് ചുമ്മാ അടിച്ചു വിടുക പ്രവചനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺഡ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി നിങ്ങളെ കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.